നമസ്കാരം. സാമ്പത്തിക ശാസ്ത്രം രൂപപ്പെടുന്നതിൻ്റെ ഒരുപാട് വഴികൾ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിരുന്നു. അതിലൊന്ന് ഭരണമാറ്റങ്ങളാണ്. അത് ഏതിടത്തായാലും ഭരണമാറ്റങ്ങളിലൂടെ സംഭവിക്കുന്ന നയമാറ്റങ്ങളും, പ്രത്യേകിച്ചും ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിന് ശേഷമുള്ള സാങ്കേതികവിദ്യ ഒരുപാട് വളർന്നു കഴിഞ്ഞ മൾട്ടിപോളാറിൽ നിന്നും രണ്ട് ധ്രുവങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ലോകം എല്ലാവരിലേക്കും എത്തിയ ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുമ്പ് പലവട്ടം ചർച്ച ചെയ്യുന്ന പോലെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് 8 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി ഇപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ പോലും തങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഗ്ലോബൽ സൗത്ത് പോലെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ മുന്നോട്ട് വരുന്നു. ബ്രിക്സ് പോലെയുള്ള സംഘടനകൾ വരുന്നു. അത് തങ്ങളുടെ വിലപേശൽ ശക്തിയാക്കി മാറ്റാനുള്ള അവസരം പോലും അവർ ഉപയോഗിക്കുന്നു. കോമൺവെൽത്ത് ഗെയിംസിനടക്കമുള്ളവയോടുള്ള ഇത്തരം ഗ്ലോബൽ സൗത്ത് വിഭാഗങ്ങളുടെ അവരുടെ അതിനോടുള്ള വിപ്രതിപത്തി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പല രീതിയിലുള്ള സമവാക്യങ്ങൾ മാറി മറിയുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. രാഷ്ട്രീയത്തിലെ പോലെ ശാശ്വതമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ള ധാരണയിലേക്ക് എല്ലാ സംവിധാനങ്ങളും എത്തുന്നു. ഏറ്റവും ചുരുങ്ങിയത് തങ്ങൾ ഒരുപാട് ചൂഷണം ചെയ്ത് പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള എന്നുള്ള തിരിച്ചറിവിലേക്കിലെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം എത്തുന്നു. അവിടെയാണ് ട്രംപും ഗ്ലോബൽ സൗത്തും നിർണായകമാവുന്നത്. കുടിയേറ്റാനന്തര അല്ലെങ്കിൽ കുടിയേറ്റാനന്തരമായിക്കൊണ്ടിരിക്കുന്ന ലോകത്തെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. അവിടെയാണ് ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ വടവോടുകൂടി സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ മുമ്പ് പല വീഡിയോയിൽ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ ഒരു ആകത്തുക എന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയും. കുടിയേറ്റത്തിന് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, കുടിയേറ്റാനന്തര ലോകം, വലതുപക്ഷം ഉണ്ടാവുന്നത്, ഇസ്ലാമിക ഭീകരവാദം സൃഷ്ടിക്കുന്ന ഭീഷണിയിൽ ശത്രുക്കൾ സഖ്യകക്ഷികളാവുന്നത്, ഇതെല്ലാം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. മുഖ്യ ശത്രുക്കളില്ലെന്നും മുഖ്യ മിത്രങ്ങളില്ല എന്നും തെളിയിക്കുന്ന ബ്രസീലിനെ അടക്കമുള്ള നയങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ചൈന ചേരുന്ന സഖ്യത്തിൽ നിന്നും പിന്മാറാനുള്ള ബ്രസീലിൻ്റെ തീരുമാനമടക്കം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. രാഷ്ട്രീയമായ ആശയങ്ങളിലെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന സാമ്യത ഒരു അന്താരാഷ്ട്ര സഖ്യമാകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് തന്നെ നമ്മൾ ഉയർത്തിക്കാട്ടിയിരുന്നു. ബംഗ്ലാദേശും നേപ്പാളും ശ്രീലങ്കയും എല്ലാം ചേർന്ന അതിസങ്കീർണമായ പ്രദേശത്ത് ഇന്ത്യക്കുള്ള സങ്കീർണതകളും പരിമിതികളും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സാംസ്കാരികമായി യോജിച്ചു പോകുന്ന നേപ്പാളിലുള്ളതിനേക്കാൾ ഊഷ്മളമായ നയതന്ത്ര ബന്ധം വിടുത ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇത്തരം വിഷയങ്ങൾ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ട്രംപാണെന്ന ലോകത്തിലേക്ക് കിടക്കുന്നത്. കാരണം നമ്മൾ പലവട്ടം ചർച്ച ചെയ്യുന്ന പോലെ പലതുകൊണ്ടും നിർണായകമായ സാന്നിധ്യമാണ് ട്രംപിൻ്റേത്. 2 വളരെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധങ്ങൾ ലോകത്തിൻ്റെ സമവാക്യത്തിൽ മാറ്റിമറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ആ യുദ്ധങ്ങളിൽ ഭാഗവാക്കായതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളെ സാമ്പത്തികമായി സഹായിക്കാനോ സാമ്പത്തികമായോ ആയുധപരമായോ എന്നുള്ള വാക്കുണ്ടോ എന്നറിയില്ല, പക്ഷേ ആയുധപരമായോ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന രാജ്യങ്ങൾ, അതുമൂലം ഉയർന്നു വരുന്ന മറ്റ് സംവിധാനങ്ങൾ, ഹമാസിന് ലഭിക്കുന്ന പിന്തുണ കുറവായാലും സിറിയയിൽ ഇപ്പോൾ സംഭവിച്ച ഭരണമാറ്റമായാലും എല്ലാം പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ തങ്ങളുടെ വിഭവങ്ങൾ തങ്ങൾക്ക് മാത്രമായി ചിലവഴിക്കാൻ തുടങ്ങിയാലുണ്ടാവുന്ന സംഭവവികാസങ്ങളുടെ തെളിവാണ്. ഒപ്പം അധികാരം കേന്ദ്രീകരിക്കാനും കൂടുതൽ അധിനിവേശങ്ങൾ സൃഷ്ടിക്കാനുമുള്ള മോഹങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുന്ന ലോകത്തെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലുള്ള മഞ്ഞുരുക്കങ്ങൾ അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കേരളത്തിൻ്റെ എക്കോണമിയിൽ കിടക്കുന്നത്. അതിന് നമ്മൾ ഗ്ലോബൽ സൗത്തിനെ
ഒരു രൂപകമായിട്ട് എടുക്കുകയാണ്. തങ്ങളുടെ ശക്തി പ്രാധാന്യം തിരിച്ചറിയുന്ന ഗ്ലോബൽ സൗത്ത് എന്ന സംവിധാനത്തിന് അന്താരാഷ്ട്ര വലിയ ശക്തി ആർജിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും ഒരിക്കലും സമ്മർദ്ദത്തിന് അടിമപ്പെടാൻ കഴിയാത്ത വിധം അവർ മാറിയിരിക്കുന്നതും അതിൽ നിന്ന് മാറിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിന് എന്ത് പഠിക്കാൻ കഴിയുമെന്നുള്ള ധാരണയിലേക്കാണ് ഒരു ചർച്ചയിലേക്കാണ് നമ്മളിവിടെ കടക്കുന്നത്. കേരളത്തിൻ്റെ സ്വാഭാവികമായ ശക്തി സ്രോതസ്സുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. എന്തൊക്കെയാണ് കേരളത്തിൻ്റെ സ്വാഭാവികമായ ശക്തി സ്രോതസ്സുകൾ, അവയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൽ നിന്നുമാണ് നമ്മൾ ചർച്ച ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലൈമറ്റ് ഫിനാൻസ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നുകൊണ്ടുവരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കും ഉണ്ടായ തളർച്ച അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തളർച്ച, അതിലൂടെ കേരളത്തിൻ്റെ സാമൂഹ്യ നിക്ഷേപങ്ങളിൽ വരുന്ന ഇടിവ്, അത് കുടിയേറ്റമടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു. ആ കുടിയേറ്റത്തിന് ആഗോളതലത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധി, ആഭ്യന്തര കുടിയേറ്റം സൃഷ്ടിക്കുന്ന സംഘർഷാവസ്ഥ, അത് മതവും സാംസ്കാരിക ദേശീയതയും പ്രാദേശിക ദേശീയതയൊക്കെ മാറാനുള്ള സാഹചര്യം, ഇതെല്ലാം പലവട്ടം ചർച്ച ചെയ്തതാണ്. അത് ട്രംപിൻ്റെ വരവോടുകൂടി നമ്മളത് പുതിയ രീതിയിൽ ചർച്ച ചെയ്യും. കാരണം യാഥാസ്ഥിക മനോഭാവം പുലർത്തുന്ന വ്യക്തിയായിരിക്കുമ്പോഴും പ്രകൃതിയെ മുറിപ്പെടുത്തിയാൽ പോലും വികസനം ആവശ്യമില്ല എന്ന് കരുതുന്ന വ്യക്തിയായിരിക്കുമ്പോഴും യാഥാസ്ഥിക ചിന്താഗതിയുള്ള ഒരുപറ്റം ആളുകളെ തൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥാനങ്ങളിൽ ഏൽപ്പിച്ച വ്യക്തിയായിരിക്കുമ്പോഴും അമേരിക്കയുടെ സമ്പത്തും ആരോഗ്യവും ധനവും ആയുധങ്ങളടക്കമുള്ളവ അമേരിക്കയ്ക്ക് മാത്രം ഉപയോഗിക്കാനുള്ള നയം കൊടുക്കുന്നൊരു വ്യക്തി യുദ്ധങ്ങൾ നിർത്താനും അധിനിവേശ സ്വഭാവം നിർത്താനും തയ്യാറാകില്ല എന്നുള്ള പ്രതീക്ഷ ലോകമെമ്പാടും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് പുലർത്തുന്ന താല്പര്യം, അല്ലെങ്കിൽ താല്പര്യമുണ്ട് എന്ന് താല്പര്യം പുലർത്തുന്നതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി എടുക്കുന്ന നടപടികൾ, അതാ മന്ത്രിസഭയിലെ സാന്നിധ്യമായാലും ബംഗ്ലാദേശിലെ വിഷയമടക്കമുള്ള നിലപാടായാലും, ഇതെല്ലാം നമ്മൾ ചേർത്ത് വായിച്ചുകൊണ്ടാണ് കുടിയേറ്റാണെന്ന ലോകം നമുക്ക് വെല്ലുവിളിയാകുമെന്നും ഗ്ലോബൽ സൗത്തിനെ പോലെ ഒരു വിലപേശ ശക്തിയായി ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വിശേഷിച്ച് സാമൂഹ്യ പുരോഗതി നേടിയ ആ സാമൂഹ്യ പുരോഗതിയുടെ പേരിൽ രാഷ്ട്രീയമായ വിലപേശൽ ശക്തി നഷ്ടപ്പെട്ട കേരളം അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള വിഷയത്തിലേക്കാണ് നമ്മളിവിടെ കിടക്കുന്നത്. ക്രോഡീകരിച്ചുകൊണ്ട് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് മാത്രമാണ് നമ്മളിവിടെ കടക്കുന്നത്, ആ വർധന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാദ്യത്തെ നേരത്തെ പറഞ്ഞ പോലെ കുടിയേറ്റമാണ്. ഫ്രണ്ട് ഷെയറിങ്ങും ഡീകപ്പിളിങ്ങും പോലെയുള്ള വിഷയങ്ങൾ ലോകമെമ്പാടും ചർച്ചയാവുകയാണ്. പ്രകൃതിയും സാമൂഹിക ശാസ്ത്രവും എല്ലാം ചേർന്ന് പോകേണ്ട ഒരു നയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. കേരളത്തിലേക്ക് സംഭവിക്കുന്നത് ആഭ്യന്തര കുടിയേറ്റമാണ്. ആ ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ സാമൂഹിക വികസനമില്ലായ്മയുടെ സൃഷ്ടിയാണെന്നും അത് നമുക്ക് നമ്മളുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല വലിയ സാമൂഹിക അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്തു. ഒരുപക്ഷെ ഗൾഫിലേക്ക് കേരളത്തിൽ നിന്നും നടത്തിയ കുടിയേറ്റം അത് ഗൾഫ് മേഖലയ്ക്ക് സാമ്പത്തികമായി ഗുണം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിന് വലിയ ഗുണം ചെയ്തില്ല. എന്നാൽ കേരളത്തിൽ അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാതെ റിയൽ എസ്റ്റേറ്റ് ഭൂമി മാത്രമായി മാറിയതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോഴും കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോയവർ സാമൂഹികമായ പുരോഗതി നേടിയവർ തന്നെയായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിദ്യാഭ്യാസപരമായി ഒരുപക്ഷെ ഉയർന്ന ജോലി അവർക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സാമൂഹികമായ പുരോഗതിയും പൗരബോധമുള്ള വ്യക്തികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ അവർ പ്രശ്നം സൃഷ്ടിച്ചില്ല. എന്നാൽ കേരളത്തിൽ സംഭവിക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് മൈഗ്രേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൈഗ്രേഷൻ പാശ്ചാത്യ രാജ്യങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി, ജനസാന്ദ്രത കുറഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങൾ, വിശേഷിച്ചും ഡെമോഗ്രാഫിക് ഡിവിഡൻ എന്ന് പറയുന്നതിൻ്റെ അപകട സന്ധിയിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സംവിധാനങ്ങൾ വന്നാൽ പോലും പൂർണ്ണമായും കുടിയേറ്റത്തെ അവർക്ക് എതിർക്കാൻ കഴിയില്ല. അപ്പോൾ പോലും കുടിയേറ്റം സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, സാംസ്കാരികമായ പ്രതിസന്ധികൾ, വിശേഷം ഇസ്ലാമിക ഭീകരവാദം, അത് സൃഷ്ടിക്കുന്ന വലതുപക്ഷം, ഇതെല്ലാം ചേർത്തുകൊണ്ട് തന്നെ കുടിയേറ്റം എന്നത് വലിയ രീതിയിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിനെ നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ആദ്യത്തെ ചർച്ചാ വിഷയം. അല്ലെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട, വിലയിരുത്തേണ്ട പ്രശ്നം.
കുടിയേറ്റം ഇല്ലാതാവുകയാണോ? മികച്ച തൊഴിലാളികളെ പറഞ്ഞയക്കുകയാണോ? വിദേശത്തേക്ക് പറഞ്ഞയച്ച് സാംസ്കാരികമായി മെച്ചപ്പെടുകയാണോ വേണ്ടത്? അതോ രാജ്യത്തു നിന്നുള്ള വിഭവങ്ങളുടെ ഒരു കൊഴിഞ്ഞുപോക്കായിട്ട് നമ്മൾ അതിൽ കാണേണ്ടതുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ട്രംപാനന്തര ലോകത്ത് നമ്മൾ ചർച്ച ചെയ്തത്. അവർ നമ്മൾ പിടിച്ചു നിർത്തുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന ആഭ്യന്തര കുടിയേറ്റത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇത്തരം ചർച്ചകളിലേക്ക്, നയങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. കാരണം ഇത് പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇടങ്ങളിലും വലതുപക്ഷം രൂപപ്പെടുത്തുന്നതിന് കാരണമായേക്കാം. അത് സംഭവിക്കാതെ സാമൂഹികമായ പുരോഗതിക്കായിട്ട് നമുക്കിതിനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതിലേക്കാണ് നമ്മുടെ ചർച്ചകൾ കടക്കേണ്ടത്. രണ്ടാമത്തേതാണ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിനെ എങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്? ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായിട്ട് നമുക്ക് മാറാൻ കഴിയുമോ? കാർഷിക സമ്പദ് വ്യവസ്ഥ പോലും ജലത്തിൻ്റെയൊക്കെ അമിത ഉപയോഗവും സ്റ്റബിൾ ബേണിംഗ് അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജലാശയങ്ങളെ പരിരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയെ പരിരക്ഷിച്ചുകൊണ്ടുള്ള വികസനം നമുക്ക് സാധ്യമാണോ? കേരളയിലും ഹെലി ടൂറിസം പോലെയുള്ളവയാണോ നമുക്ക് ആവശ്യം? അവ നമുക്ക് യോജിക്കുന്നതാണോ? കേരളം പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രദേശത്തിന് വലിയ വ്യവസായങ്ങൾ, ഖനികൾ പോലെ വലിയ വ്യവസായങ്ങൾക്ക് യോജിക്കാത്ത കേരളത്തിന് അതിന് യോജിക്കുന്നൊരു വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണ് ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിഷയങ്ങളെല്ലാമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്ലാസ്റ്റിക് കോൺഫറൻസും ക്ലൈമറ്റ് കോൺഫറൻസും എല്ലാം പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ഗ്രീൻ വാഷിലേക്ക് നയിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് വെല്ലുവിളിയാണോ? അതോ പുനരുപയോഗ സാധ്യതയുള്ള ഒരു പുതിയ സംവിധാനത്തെ നമുക്ക് സൃഷ്ടിക്കുകയാണോ ചെയ്യുന്നത്? ഇത്തരം ചർച്ചകളിലേക്കും ഇതിന് വഴിതെളിക്കും. അതേപോലെ തന്നെ ഗ്ലോബൽ സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ബ്രിക്സ് പോലെയുള്ള സംവിധാനങ്ങൾ, ഇതിന് സമാനമായ സംവിധാനങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ കടക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഡാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട് ഇതുമായി ഇടപഴകുന്ന സംസ്ഥാനങ്ങളുമായിട്ട് സ്വന്തമായ രീതിയിൽ ധാരണ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതും, ഫെഡറലിസത്തോട് ചേർന്ന് പോകുന്ന രീതിയിൽ ധാരണ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതും, ഇത്തരം വിഷയങ്ങളിലേക്ക് കൂടി നമ്മുടെ ചർച്ചകൾ നീങ്ങേണ്ടതുണ്ട്. അടുത്താണ് തൊഴിലിനുമായി ചേർന്ന് പോകുന്ന ഒരു വിദ്യാഭ്യാസ ആരോഗ്യ സംവിധാനം ഉണ്ടാകേണ്ട അനിവാര്യത. എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടത്. മികച്ച സാമൂഹിക സംവിധാനത്തിൻ്റെ മികച്ച വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ സൃഷ്ടിയാണ് മികച്ച ആരോഗ്യ സംവിധാനം, മികച്ച പോലീസ് സംവിധാനം. മികച്ച പോലീസ് സംവിധാനം, മികച്ച ആരോഗ്യ സംവിധാനവും ഉള്ള ഇടത്ത് മികച്ച പൗരബോധമുള്ള വ്യക്തികൾ ഉണ്ടാകുന്നു. മികച്ച പൗരബോധവും സാമൂഹിക ബോധമുള്ള വ്യക്തികൾ ഉണ്ടാകുന്ന ഇടത്ത് പ്രകൃതിയോട് ചേർന്ന് പോകുന്നൊരു സാമ്പത്തിക ശാസ്ത്രം ഉണ്ടാകുന്നു. പ്രകൃതിയോട് ചേർന്ന് പോകാത്ത സാമ്പത്തിക ശാസ്ത്രം വരുമ്പോൾ സംഭവിക്കുന്നതിൻ്റെ ആഘാതം, സംഭവിക്കുന്നത് എന്താണെന്ന് ലോകമെമ്പാടും കാണുന്നുണ്ട്. അത് ഇടുങ്ങിയ സ്ഥലങ്ങളായി, കൊടുങ്കാറ്റായി, പകർച്ചവ്യാധികളായി കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെ തന്നെ അത് താളം തെറ്റിക്കുന്നു. ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെലവ് കൂട്ടലിലേക്ക് നയിക്കുന്നു. ആരോഗ്യ സംവിധാനം, അത് വിഭവങ്ങളായാലും മനുഷ്യ വിഭവമായാലും എല്ലാം അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റിൽ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ തലത്തിലെത്തുകയും വലിയ വെല്ലുവിളി നേടുകയും ചെയ്യുന്നു. അത് അധിക ചിലവായിട്ട് മാറുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലായിക്കൊണ്ടുള്ളൊരു വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് നമ്മൾ വരേണ്ടതില്ല എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞ പോലെ സാമ്പത്തിക ശാസ്ത്രത്തിൽ സാമൂഹ്യമായ സംരക്ഷണത്തിന്, സാമൂഹികമായ ഉറപ്പിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു പാശ്ചാത്യ കാഴ്ചപ്പാടോടെ ആണെങ്കിൽ പോലും ഈ വർഷത്തെ സാമ്പത്തിക നോബൽ പുരസ്കാരം ജനാധിപത്യ സംവിധാനങ്ങൾ, എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെയുള്ളവ ഇല്ലാത്ത ഇടങ്ങളിൽ എങ്ങനെ സാമൂഹിക പുരോഗതി നേടുന്നു എന്നുള്ളത് ചർച്ച ചെയ്തിരുന്നു. ജനാധിപത്യം ഉണ്ടാകുമ്പോഴാണ് വെൽഫെയർ ഓറിയൻറ്റഡ് സാമ്പത്തിക ശാസ്ത്രം ഉണ്ടാകുന്നത്. അവിടെയാണ് സാമൂഹിക പുരോഗതി ഉണ്ടാകുന്നത്.
പാശ്ചാത്യ രാജ്യങ്ങൾ നമുക്കിത് കാണാൻ കഴിയും. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തിയ അധിനിവേശ താല്പര്യങ്ങൾ, അവരുടെ വിഭവ ദാരിദ്ര്യം കൊണ്ട് നടത്തിയ അധിനിവേശ താല്പര്യങ്ങൾ എങ്ങനെ ആഗോളതലത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെന്നും ഏകാധിപതികളെയും മതതീവ്രവാദികളെയും സൃഷ്ടിച്ചെന്നും അതെങ്ങനെ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ സംവിധാനത്തെ മൊത്തം മാറ്റിമറിച്ചുവെന്നും ഉള്ളതിൻ്റെ തെളിവാണ് ഗ്ലോബൽ സൗത്ത്. കാരണം പാശ്ചാത്യ രാജ്യങ്ങളുടെ കടിപിടിയുടെ അത്യാർത്തിയുടെ ഫലമായിട്ട് ദുരിതമേ അനുഭവിച്ചവരിൽ പെടുന്നവരാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ. അവർ തങ്ങളുടെ ശക്തി തിരിച്ചറിയുകയും മോഡി അടക്കമുള്ള നേതാക്കന്മാർക്ക് ആഗോളതലത്തിൽ പ്രാധാന്യം കൈവരികയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏകാധിപത്യ പ്രവണതപ്പെടുത്തുന്ന ആൾക്കാർ ആണെങ്കിൽ പോലും ഇത്തരം ആളുകൾക്ക് ആഗോളതലത്തിൽ സ്വീകാര്യത വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയാണ്. അതപ്പോൾ തുടരുന്നു എന്നുള്ളതിന് ബംഗ്ലാദേശിൽ കൂടി നമുക്ക് തെളിവുണ്ട്. ചെറിയും അതിന് പുതിയ ഉദാഹരണമായിട്ട് വരുന്നത്. അപ്പോൾ എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നവ എങ്ങനെ ഒരു സംവിധാനത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതിന് ആധികാരികമായ തെളിവുകളുണ്ട്, രേഖകളുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹിക പുരോഗതി അത്യാവശ്യമാണെന്ന് മലയാളിക്ക് വളരെ നന്നായിട്ട് അറിയുന്നതാണ്. സാമൂഹിക പുരോഗതി നശിക്കുമ്പോൾ പോലീസ് സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന പ്രതിസന്ധികൾ കേരളത്തിലെ കലാലയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അമിത രാഷ്ട്രീയവൽക്കരണത്തിലൂടെ വിദ്യാഭ്യാസ സംസ്കാരം താണുപോവുകയും മികച്ച സാമൂഹിക ബോധമുള്ള പ്രതിഭാധനരായ ആളുകൾ വരാതിരിക്കുകയും ആരോഗ്യ മേഖലയിലേക്കും പോലീസ് സംവിധാനത്തിലേക്കും മികച്ച ആളുകളെ നിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വരികയും PSC അടക്കമുള്ളവരെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തതിൻ്റെ പരിണതഫലം എന്ന് കേരളം അനുഭവിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ മുമ്പുണ്ടായിരുന്ന ഒരു വിശ്വാസ്യതയോ തൊഴിൽക്ഷമതയോ മലയാളിക്കില്ല എന്ന് പാശ്ചാത്യ ലോകത്തെ നയങ്ങളും കണക്കുകളും സൂചിപ്പിക്കുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങളെ കൂടി ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മൾ പോകേണ്ടത്. കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൻ്റെ പെരുമയും മികവും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം കുടിയേറ്റാനന്ത ലോകം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടിയേറ്റാനന്ത ലോകത്ത് നമ്മൾ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സാഹപ്പെടുത്തുന്ന നയത്തിലേക്ക് നമ്മൾ ആദ്യം എത്തേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ട്രംപിൻ്റെ വരവ് പ്രധാനപ്പെട്ടതാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമം മാറുന്നതിൻ്റെ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഡോളറിനപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരും എണ്ണയ്ക്കപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരും സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്നും എല്ലാവർക്കും അവസരം തരുന്ന ലോകം ഉയർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴുള്ള യുദ്ധങ്ങളിലെല്ലാം ഉള്ള പല രാജ്യങ്ങളിലെ ഇടപെടലുകൾ ഇത്തരം സമ്മർദ്ദത്തിൻ്റെ ഫലമാണ്. ഡോളറിനപ്പുറത്തേക്ക് പോകുമോ എന്നുള്ള ഭയം ഒരു കൂട്ടർക്കുള്ളപ്പോൾ എണ്ണയ്ക്കപ്പുറത്തേക്ക് പോകുമോ എന്നുള്ള ഭയം മറ്റൊരു കൂട്ടർക്കുണ്ട്. ഇത് പലതുകൊണ്ടും അവസരം കൂടിയാണ്. ഫോസിൽ ഫ്യൂവൽ അല്ലാത്തവയിലേക്കുള്ള പരിണാമത്തിലുള്ള വഴിയാകുന്നു. അപ്പോൾ എല്ലാം അവസരമായി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബൽ സൗത്തിൻ്റെ ശക്തി ഇന്ത്യയിലെ സൗത്തും തിരിച്ചറിയേണ്ടതാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ആരോഗ്യ മേഖല അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനപ്പെട്ടായി കാണേണ്ടത്. ഡോക്ടർമാരായാലും പാരാമെഡിക്കൽ സ്റ്റാഫായാലും നഴ്സുമാരായാലും മൊത്തം സേവന സംവിധാനമായാലും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്കുള്ള ശക്തി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒപ്പം അതിന് ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ നമ്മൾ എങ്ങനെ അതിജീവിക്കാം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് നേരത്തെ വിദ്യാഭ്യാസവും ആരോഗ്യം എങ്ങനെ ചേർന്ന് പോകുന്നു തിരിച്ചറിയേണ്ടത്. കേരളത്തിലുള്ള പാരാമെഡിക്കൽ സ്റ്റാഫായാലും ലാബുകളായാലും നമുക്ക് ഇവിടെ തന്നെ സൃഷ്ടിക്കുകയും ഇവിടെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് ഒരു ഗ്രീൻ ഹരിത സാമ്പത്തിക നയം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൂമി കുലുക്കം മുതൽ പകർച്ചവ്യാധി വരെയുള്ളവരുടെ ഭീഷണി നേടുന്ന ഒരു ഘട്ടത്തിൽ ആരോഗ്യ സംവിധാനത്തെ സമ്മർദ്ദത്തിൽ ആക്കാതിരിക്കാനുള്ള
വലിയ അവസരം അതിലൂടെ കൈവരും. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ സാധ്യതകളാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കുടിയേറ്റാനന്തര ലോകമാണ്. അതിൽ നേരത്തെ പറഞ്ഞ സ്വയം ഭരണം, സ്വയം പര്യാപ്തത വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളത് റഷ്യയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. റഷ്യയുടെ സ്വയം പര്യാപ്തത പലതുകൊണ്ടും, അത് ഭക്ഷണത്തിലായാലും വിഭവങ്ങളായാലുമുള്ള സ്വയം പര്യാപ്തത ഒരു വലിയ ശക്തിയായിട്ട് റഷ്യ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മറ്റ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ളതിനേക്കാൾ ആ ഒരു ശക്തി അവർ തിരിച്ചറിയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് കേരളത്തിനും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ ശക്തി എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ എങ്ങനെ വിലയിരുത്തണം, എങ്ങനെ ഈ സാഹചര്യത്തെ വിലയിരുത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പൊതുവെ ഇവിടുന്ന് കണക്കുകൾ സൂചിപ്പിച്ചാൽ കുടുംബ വ്യവസായം, വർഷങ്ങളായി കുടുംബ വ്യവസായം ചെയ്തിരുന്ന കുടുംബങ്ങൾക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കേരളത്തിൽ തുടരാനുള്ള താല്പര്യം ഉണ്ടാവും എന്നുള്ള അറിവ് നമ്മൾക്കുണ്ടാകുന്നുണ്ട്. ആഗോളതലത്തിൽ പരിചയമുള്ള ഇത്തരം സംവിധാനങ്ങൾക്ക് നാടുമായി ചേർന്ന് പോകാനുള്ള താല്പര്യവും ഉള്ളപ്പോൾ അതിനുള്ള അവസരം കൂടി നമ്മൾ നൽകുമ്പോൾ പ്രകൃതിയോട് ചേർന്ന് നേരത്തെ പറഞ്ഞൊരു സാമ്പത്തിക ശാസ്ത്രം ഇവിടെ ഉണ്ടാകുന്നു. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും വലിയ നിക്ഷേപങ്ങൾക്ക് എങ്ങനെ നമുക്ക് വഴിയൊരുക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് കുടിയേറ്റം നമ്മൾ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ്? കുടിയേറ്റം ഒരു കൊഴിഞ്ഞു പോക്കാണോ? അവിടെ നമ്മൾ പിടിച്ചു നിർത്തേണ്ടതുണ്ടോ? ആഭ്യന്തര കുടിയേറ്റക്കാരെ നമ്മൾ പിടിച്ചു നിർത്തേണ്ടത്? ഇത്തരം ഒരു നയത്തിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. വിശേഷിച്ചും നേരത്തെ പറഞ്ഞ പോലെ ഒരു ദക്ഷിണേന്ത്യയെ കൂടി അംഗീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ലോകത്തെ ആഗോളതലത്തിൽ എത്തിയതുപോലെ തന്നെ ഇന്ത്യയിലെ ഭരണകൂടം എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ശക്തി ക്ഷയിച്ച കോൺഗ്രസ് ആയാലും ഘടകകക്ഷി രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന BJP ആയാലും, പക്ഷെ അതിനെ ഏത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട കാര്യം. അത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട സാമൂഹിക പുരോഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, വിശേഷിച്ച് കേരളം നേരിടുന്ന പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അവിടെയാണ് നേരത്തെ പറഞ്ഞ ഗ്ലോബൽ സൗത്ത് പ്രധാനപ്പെട്ടതാണ്. ഗ്ലോബൽ സൗത്തിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്നതൊക്കെയാണ്. ചന്ദ്രബാബു നായിഡു അടക്കമുള്ള ആളുകൾ ജനസംഖ്യ ഉയർത്തേണ്ടതിനെക്കുറിച്ചും അതിലൂടെ രാഷ്ട്രീയ ശക്തി കൈവരേണ്ടതിനെക്കുറിച്ചുമെല്ലാം സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയുടെ ഘടകകക്ഷിയാണ് ചന്ദ്രബാബു നായിഡു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അത്തരം രീതികളിലേക്കാണോ പോകേണ്ടത്? വിഭവങ്ങളുമായി ബന്ധപ്പെട്ട, ജനസംഖ്യയുമായി ബന്ധപ്പെട്ട തിരിച്ചെടുക്കൽ ലോകമെമ്പാടും ഉണ്ടാകുന്നൊരു ഘട്ടത്തിൽ ഇത്തരം നടപടികളിലേക്ക്, ഇത്തരം രാഷ്ട്രീയ സമ്മർദ്ദ രീതിയിലേക്ക് പോകാതെ എങ്ങനെ നമുക്ക് ഇതിനെ നേരിടാൻ കഴിയുമെന്നുള്ളതാണ് ഗ്ലോബൽ സൗത്തിൽ നിന്ന് ഇന്ത്യയിലെ സൗത്ത് മാതൃകയാക്കേണ്ടത്, വിശേഷം കേരളം മാതൃകയാക്കേണ്ടത്. അവിടെ അത് വിലപേശൽ ശക്തിയായിട്ട് നമുക്ക് വരാം. വിലപേശൽ ശക്തി എന്ന രാഷ്ട്രീയമായ വിലപേശൽ ശക്തി എന്നതിനേക്കാൾ ഉപരി നമ്മുടെ അവകാശം നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ കഴിയും, അതിന് നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെ പുഷ്ടിപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം വിദ്യാസമ്പന്നരായ സ്ത്രീകൾ അവസരം നഷ്ടപ്പെടുത്തുന്നുള്ളൊരു ചർച്ചയിലേക്കൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളടക്കം കടക്കുന്ന നമ്മൾ കാണും, അമേരിക്ക അടക്കം കടക്കുന്ന നമ്മൾ കാണും. അതൊരു യാഥാസ്ഥിക മനോഭാവത്തിൻ്റെ പ്രകടനമാകുമ്പോൾ, പ്രതിഫലനമാകുമ്പോഴും ശാക്തീകരിക്കപ്പെടുന്ന സ്ത്രീകൾ വലിയൊരു രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ കൂടി തെളിവാണ്. തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ തന്നെയും അതിന് തെളിവാണ്. വോട്ടിംഗ് ശതമാനം സ്ത്രീകളുടെ വരവോടുകൂടി ഉയരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ബലം സ്വാധീനിക്കപ്പെട്ടതെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ, അപ്പോൾ ശാക്തീകരിക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് കർഷകരും വനിതകളും ഒക്കെ തെളിയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആഗോളതലത്തിൽ നടക്കുന്ന കർഷക സമരങ്ങൾ, റഷ്യയിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലുമൊക്കെ തദ്ദേശവാസികൾ, പ്രാകൃതരെന്നോ ആദിവാസികളെന്നോ വിളിക്കുന്ന ആളുകൾ ബ്രിട്ടീഷ് രാജാവിൻ്റെ മുമ്പിൽ പ്രതിഷേധം അറിയിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അവസരങ്ങളാണ്, പാഠങ്ങളാണ്. ഇതിലൂടെ നമ്മൾ അറിയേണ്ടത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സംവിധാനത്തിലേക്ക് വന്നാൽ, മുമ്പ് വീഡിയോ പറഞ്ഞ പോലെ സ്ത്രീകളെ ന്യൂനപക്ഷങ്ങളായിട്ട് കാണേണ്ട അവസ്ഥ എന്ന് പറയുന്നത് തന്നെ സാമൂഹിക പുരോഗതി ഇല്ലായ്മയുടെ ലക്ഷണമാണ്. ലിംഗന്യൂനപക്ഷങ്ങളായാലും സ്ത്രീകളായാലും ആദിവാസി വിഭാഗങ്ങളായാലും മറ്റ് ജാതി മത ന്യൂനപക്ഷങ്ങളായാലും ഇവരെല്ലാം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന ശാക്തീകരണത്തിലൂടെ മാത്രമാണ് നമുക്ക് വലിയ പുരോഗതി നേരിടാൻ കഴിയുക. അവിടെയാണ് നേരത്തെ പറഞ്ഞ എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ലോകത്തെ തകിടം മറിക്കും എന്നുള്ളതിൻ്റെ
എന്നുള്ള പഠനത്തിൽ ലഭിച്ച നോബൽ പുരസ്കാരം പ്രധാനപ്പെട്ടതാണ്. അതിന് നമ്മൾ പാശ്ചാത്യമായ ഒരു ചായ്വലുണ്ട് എന്ന് അംഗീകരിച്ചാൽ പോലും അവിടെയാണ് യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനം ഏറ്റവും ചെറിയത് കഴിഞ്ഞ 2 പതിറ്റാണ്ടായെങ്കിലും പിന്നോക്കം പോയിരിക്കുന്നതുകൊണ്ടും മികച്ചൊരു സാമൂഹിക സംവിധാനം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടത്. സിദ്ധാർത്ഥൻ്റെ മരണം മുതൽ സർക്കാർ സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് മുതൽ ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വരെയുള്ളവ തെളിയിക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സംവിധാനത്തിലേക്ക്, സുതാര്യമായ സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്, അവസരമായിട്ട് കാണേണ്ടതാണ്. കാരണം മുമ്പ് പലവട്ടം പറഞ്ഞ പോലെ മികച്ച സാമൂഹിക സംവിധാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാജ്യം വിട്ട് പോകാനുള്ള അവസരം ഇത്ര കാലം ഉണ്ടായിരുന്നു. എന്നാൽ ലോകമെമ്പാടും രൂപപ്പെട്ട വലതുപക്ഷം എല്ലാവരെയും അംഗീകരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിട്ടുമാറിയത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ നമുക്ക് മികച്ച ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ളതും ആഭ്യന്തരമായ കൊടുക്കൽ വാങ്ങലുകൾക്ക് കഴിയുമെന്നുള്ളതും പാശ്ചാത്യ രാജ്യങ്ങൾ, ഇപ്പോൾ ട്രംപ് ഇപ്പോൾ തന്നെ വിലപേശലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഒരു വലിയ വിലപേശൽ ശക്തിയായിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതും നമ്മൾ അറിയേണ്ടതാണ്. അത് ബ്രസീലിൻ്റെ ചൈനയോടുള്ള മറുപടി ആയാലും, റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള താല്പര്യമായാലും, ട്രംപിൻ്റെയും പുടിൻ്റെയും ബന്ധമായാലും, രാഷ്ട്രീയത്തിലെ പോലെ പ്രായോഗികതയിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ അത് ആദർശരാഹിത്യമാവാം, എന്നാൽ നയതന്ത്രത്തിലും സാമൂഹിക നിലപാടുകളിലും സാമൂഹിക തീരുമാനങ്ങളിലും അത് ആദർശം കൂടി കടന്നാൽ വലിയ മാറ്റങ്ങൾ അതിന് ഉണ്ടാക്കാൻ കഴിയും. ഒരു പുതിയ കുടിയേറ്റ നയം രൂപവൽക്കരിക്കാൻ നമ്മളിത് നിർബന്ധിക്കണം. കാരണം യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അവിടെയാണ് നമ്മളത്തെ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തേണ്ടത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എങ്ങനെ ഇത് സംഭവിക്കുന്നു, അവിടെ 4 വർഷത്തെ ഡിഗ്രി എത്രമാത്രം ഗുണം ചെയ്യും? ഒരുപക്ഷെ കേരളത്തിലെ പോലെയുള്ള ഒരു സാമൂഹിക പുരോഗതിയുള്ള ഒരു പ്രദേശത്ത് 1 വർഷം അധികം പഠിക്കാനൊക്കെ ആളുകൾ തയ്യാറാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാലുള്ള സാഹചര്യം, പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള സാഹചര്യം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് നമ്മൾ ശശി തരൂരിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ വിദ്യാഭ്യാസ സംവിധാനം തുടങ്ങേണ്ടതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ശശി തരൂരിൻ്റെ സ്വാധീനവും പാണ്ഡിത്യവും ഉപയോഗിച്ചുകൊണ്ട് കുറേ കൂടി ജനകീയമായ സുതാര്യമായ സംവിധാനങ്ങളിലേക്ക്, പ്രത്യേകിച്ചും പൊതുമേഖലയ്ക്ക് പ്രാധാന്യം ഏറി വരുന്നൊരു ഘട്ടത്തിൽ നമ്മളത് ചർച്ച ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ, ചോദ്യപേപ്പറുകളിൽ പോയിട്ട് വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ കർഷക സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് എത്തേണ്ടത്. അവിടെയാണ് നമ്മൾ റഷ്യയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കർഷക നയം രൂപവൽക്കരിക്കേണ്ടത്. കാർഷിക നയം, തണ്ണീർത്തട സംരക്ഷണ നിയമം, നെൽവയൽ സംരക്ഷണ നിയമം, ഇതെല്ലാം കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനും കൃഷി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ അത് ഒരു നികത്തലിലേക്ക് പോകാതെ പൊതുയിടങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പൊതുരീതിയിൽ മാറ്റാനുമെല്ലാം ഉദ്ദേശിച്ചു കൊണ്ടുവന്ന നിയമങ്ങൾ എങ്ങനെ വലിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് ഭൂമി തരം മാറ്റത്തിന് വഴിവെച്ചു എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ നിയമങ്ങളെ കൂടി ശാക്തീകരിച്ചുകൊണ്ട് ഭക്ഷ്യ സ്വയം പര്യാപ്ത എന്ന അനിവാര്യതയ്ക്ക് നമ്മൾ എത്തേണ്ടത്. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ച് ആനന്തര, കാലാവസ്ഥാ വ്യതിയാനാനന്തര ലോകത്തിൽ ഭൂമിയുടെ ഉപയോഗം, വെള്ളത്തിൻ്റെ ഉപയോഗം, ഇതെല്ലാം നമ്മൾ വലിയ രീതിയിൽ നോക്കിക്കാണേണ്ടതാണ്. അതിന് നേരത്തെ പറഞ്ഞ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നയം രൂപപ്പെടുത്തേണ്ടതുണ്ട്. ജലാശയങ്ങളും
അവയുടെ ദൗർലഭ്യവും സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ട നയങ്ങളുമെല്ലാം കർണാടക നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്തരം നയം ബാംഗ്ലൂർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശേഷിച്ചും അത്തരം നയങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. വിശേഷിച്ചും കേരളത്തിന് അത് വലിയ സാധ്യതകളുണ്ട്. നേരത്തെ പറഞ്ഞാൽ അത് ഹെലി ടൂറിസം ആണോ, കേരളയിലാണോ, സ്മാർട്ട് സിറ്റി ആണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. പ്രത്യേകിച്ച് വിഴിഞ്ഞം പോലെ, അതിൽ അദാനിയുടെ മാറ്റി നിർത്തിയാൽ വിഴിഞ്ഞം നമുക്ക് വലിയ അവസരങ്ങൾ തരുന്നു, വലിയ വിപണി നമുക്ക് തരുന്നു. ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂഹികവും സാംസ്കാരികമായ വലിയ ഉന്നമനം നടന്നിരുന്ന ഒരു പ്രദേശത്ത് നമുക്കതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അതിലൂടെ എങ്ങനെ പുതിയൊരു വിപണി ഉണ്ടാക്കാൻ കഴിയുന്നതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം. അവിടെ നമ്മൾ വീണ്ടും ക്ലൈമറ്റ് കാലാവസ്ഥ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് എത്തുന്നു. ആ കാലാവസ്ഥ സാമ്പത്തിക ശാസ്ത്രം എന്ന് എന്താണ് എന്നുള്ളതും അത്തൻ്റെ അനിവാര്യത എന്താണെന്നും ഡൽഹി അടക്കമുള്ള രാജ്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൺജഷൻ ടാക്സും ഓക്സിജൻ പാർലറും എല്ലാം സൃഷ്ടിക്കുന്ന ആഘാതം, അത് ഒരു സംസ്കാരത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതം വളരെ വലുതാണ്. അത്തരമൊരു ഘട്ടത്തിലേക്ക് കേരളവും കടന്നു പോയേക്കാം എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊരു വിഷയത്തെ അഭിമുഖീകരിക്കുന്ന രീതിയാണ് അവിടെ പ്രധാനപ്പെട്ടത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആ വിഷയത്തെ അഭിമുഖീകരിക്കുന്നത്, അത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. കാരണം ഫെർട്ടിലൈസറുകൾ, സെമി കണ്ടക്ടർ ചിപ്പ്, ഇതെല്ലാം കേരളം വാങ്ങുകയാണ്. ഇതെല്ലാം വാങ്ങാതിരുന്നുകൂടെ, രാസവളങ്ങൾ നിർമ്മിക്കാതിരുന്നുകൂടെ, അതിലൂടെ സമൂഹത്തിന്, പ്രകൃതിക്ക് വലിയ പുരോഗതി ഉണ്ടാവില്ലേ, അതിലൂടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവില്ലേ? ഇത്തരം നയങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടത്. അവിടെയാണ് ഗ്ലോബൽ സൗത്ത് പ്രധാനപ്പെട്ടത്. കാരണം ട്രേഡ് വാറുകളുടെ അല്ലെങ്കിൽ ഇത്തരം ഇംഗ്ലീഷിൽ സാങ്ഷൻസ് ഒക്കെ പറയുന്നതിൻ്റെയൊക്കെ ഒരു വെല്ലുവിളി ട്രംപ് ഉയർത്തുമ്പോഴും എത്ര കാലം അതിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് ഗ്ലോബൽ സൗത്തിനോടുള്ള, അല്ലെങ്കിൽ ഇനിയുള്ളത് കൊളോണിയലിസത്തിന് ശേഷമുള്ള ലോകമാണെന്നും എല്ലാവർക്കും തുല്യമായ അവകാശത്തിലുള്ള പോരാട്ടം തുടങ്ങുമെന്നും UN സെക്യൂരിറ്റി കൗൺസിൽ അടക്കം വികസിപ്പിക്കാനുള്ള പോരാട്ടങ്ങളിലേക്ക് എല്ലാവരും കടക്കുമെന്നുള്ള തിരിച്ചറിവിലേക്ക് പാശ്ചാത്യ ലോകങ്ങളടക്കം എത്തിയിട്ടുണ്ട്. അപ്രവചനീയമെന്ന് തോന്നിക്കുമ്പോഴും വളരെ പ്രായോഗിക ബുദ്ധിയുള്ള വ്യക്തിയാണ് ട്രംപ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഹർമീത് ദില്യൻ അതിനൊരു തെളിവാണ്. അപ്പോൾ കർഷക സമരങ്ങളും സാമ്പത്തിക സ്വയം പര്യാപ്തിയും എല്ലാം ചേർന്ന് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അവിടെയാണ് നമ്മൾ എങ്ങനെ നമുക്ക് പ്രകൃതിയുമായി ചേർന്ന് പോകുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം ഉണ്ടാക്കാം. റോഡ് നയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ഇവിടെയാണ് പ്രധാനപ്പെട്ടാവുന്നത്. റോഡുകളെ കുറേ കൂടി ജനകീയമാക്കുക, മികച്ചതാക്കുക, സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അതിൽ നേരത്തെ പറഞ്ഞ മികച്ച റോഡുകൾ വേണം, ഡബിൾ ഡക്കർ ബസ് അടക്കമുള്ള മികച്ച സംവിധാനങ്ങൾ വേണം. പ്രത്യേകിച്ച് വിഴിഞ്ഞത്തിന് ശേഷമുള്ള ഒരു ലോകത്ത് ജലഗതാഗതം അടക്കമുള്ള പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മികച്ച റോഡുകളും മികച്ച പൊതുഗതാഗത സംവിധാനം ഉണ്ടാകുമ്പോൾ സ്വകാര്യ വാഹനങ്ങളും കുറയുന്നു, പ്രകൃതിക്ക് മേലുള്ള സമ്മർദ്ദവും കുറയുന്നു. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് വാഹനങ്ങൾ ഉണ്ടാക്കാൻ ഈ ചാർജ് അടക്കമുള്ളവയ്ക്കുള്ള സാധ്യതകളുണ്ട്. അതിലൂടെ ഒരു തൊഴിൽ മേഖല ഉണ്ടാകുന്നു. അത് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടത്. അതോടൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട സർവകലാശാലകൾക്കുള്ളതുപോലെ സൈക്കിളുകൾ പോലെയുള്ള ഒരു സംസ്കാരമായി ഉയർത്തിക്കൊണ്ടിട്ടുണ്ട്. അത് മോശമല്ലെന്നും സൈക്കിൾ ഉപയോഗിക്കുന്നവൻ പൈസ ഇല്ലാത്തവനല്ല എന്നുള്ളൊക്കെ താരേക്ക് നമ്മൾ എത്തുന്ന ഒരു സംസ്കാരം ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യത. പ്രത്യേകിച്ച് വിഴിഞ്ഞം വരുമ്പോൾ വലിയ വിപണി നമുക്ക് മുന്നിൽ തുറക്കുന്നു, ഒരു എക്സ്പോഷർ ഉണ്ടാകുന്നു. നമ്മൾ യുക്രൈൻ അടക്കമുള്ള അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ മൊബൈൽ ഫോണുകളുടെ മോഷണം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? സാങ്കേതിക വിദ്യയുടെ ആവശ്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലുമുള്ള സാമ്പത്തിക പ്രതിസന്ധി, ഇത് രണ്ടും ഒരേപോലെ സാധ്യതയാണ്. ഒരു സാമൂഹിക അവസ്ഥയുടെയും സാമ്പത്തിക അവസ്ഥയും പ്രതിഫലനമാണ്. ഇതെല്ലാം സ്മാർട്ട് ഫോൺ ചിപ്പുമായിട്ടും പൊതുമേഖലയിലെ
നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മികച്ച സാമൂഹിക പുരോഗതി, സാമൂഹിക സുരക്ഷയും, മികച്ച പോലീസ് സംവിധാനങ്ങളും, മികച്ച റോഡുകളും, മികച്ച സ്വയം പര്യാപ്തിയും ഉള്ള ഇടങ്ങളിൽ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. എന്തുകൊണ്ട് പാശ്ചാത്യ ലോകം വലിയ സമ്മർദ്ദത്തിലാവുന്നു എന്നുള്ളത് യൂറോപ്പിലെ ഈ മൊബൈൽ മോഷണം തന്നെ നമ്മളെ തെളിയിക്കുന്നതാണ്. സാമൂഹിക സംവിധാനങ്ങൾ ഭീഷണി നേരിടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇത്തരം വിഷയങ്ങൾ. അപ്പോൾ സാമൂഹിക പുരോഗതി വളരെ പ്രധാനപ്പെട്ടാണ്. സാമൂഹിക പുരോഗതി നശിക്കുമ്പോഴാണ് കുടിയേറ്റവും അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രശ്നങ്ങളും വലതുപക്ഷവും ഉണ്ടാകുന്നത്, സമ്മർദ്ദം സൃഷ്ടിക്കുന്നത്. ആ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ് ലോകമെമ്പാടും നടക്കുന്ന മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ അംഗീകരിക്കാൻ പാശ്ചാത്യ ലോകം തയ്യാറായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വണങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ വഴങ്ങിക്കൊടുക്കാനെങ്കിൽ അവർ തയ്യാറായി എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന സംവിധാനം, ഇന്ത്യ അടക്കമുള്ള, വിശേഷം ഇന്ത്യ അടക്കമുള്ള രാജ്യം, ഇന്ത്യ അതിൻ്റെ സാധ്യതയും ശക്തിയും തിരിച്ചറിഞ്ഞെന്നുള്ളത് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. അത് കേരളത്തിലെ നേരത്തെ പറഞ്ഞ അവസരമാണ്. അതോടൊപ്പം തന്നെയാണ് മൈക്രോ യൂണിറ്റുകൾ. ആ മൈക്രോ യൂണിറ്റുകളിൽ ചെറുകിട കച്ചവടക്കാരുണ്ട്, ചെറിയ സാമൂഹിക പദ്ധതികളുണ്ട്. അവർക്ക് എല്ലാവർക്കും അവസരം നൽകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗിഗ് എക്കോണമി ഉണ്ട്, സ്വിഗ്ഗിയും ഒക്കെ ഉണ്ട്. ചെറുകിട കച്ചവടക്കാരുണ്ട്. ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള ഓൺലൈൻ പോർട്ടലിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു. കുടുംബശ്രീ അടക്കമുള്ള സംവിധാനങ്ങൾ, ഒരു ഭക്ഷ്യ ശൃംഖല, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നു. അത്തരം ചെറിയ ആളുകൾക്ക്, ചെറിയ സംവിധാനങ്ങൾക്ക് അവസരം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം ലോകം അങ്ങനെയാണ് മാറുന്നത്. അംബാസിഡർ തിരിച്ചു വരവിനൊടുങ്ങുന്നു. നമ്മൾ അതൊരു ലക്ഷറി കാറായിട്ടാണ് തിരിച്ചു വരുന്നെങ്കിലും ഫാസിയോയും സൂഡിയോയും ഒക്കെ വരുന്നു. ഓൺലൈൻ ബ്രാൻഡുകൾ കസ്റ്റമേഴ്സിനെ നിലനിർത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു. ഇത് പൊതുവായി ഉണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്നു. പല കടകളിലും പല സ്ഥാപനങ്ങൾക്കും അതിൻ്റെ ഭീഷണി ഉണ്ടാകുന്നു. റിട്ടേൺ അടക്കമുള്ള ഓപ്ഷനുള്ള ഓൺലൈൻ മേഖലയിൽ വലിയ നിക്ഷേപം നടത്താൻ വലിയ സ്ഥാപനങ്ങൾ കഴിയുന്നു. അതോടെ അവർ മത്സരമില്ലാതാക്കുന്നു. പൊതുജനങ്ങൾക്ക് കൂടുതൽ സാധ്യത ലഭിക്കുമ്പോൾ അവസരമില്ലാതാക്കുന്ന ഒരു ഭീഷണിയുണ്ട്. ആ ഭീഷണി നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും? കാരണം എലിമിനേഷൻ ഓഫ് കോമ്പറ്റീഷൻ, മത്സരം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു രീതിയാണ് ആഗോള ഭീമന്മാർ ചെയ്യുന്നത്. അതിൽ വാട്സാപ്പിനെ വാങ്ങി ഫേസ്ബുക്ക് അടക്കമുള്ളവ തെളിവാണ്. ട്രംപും അംബാനിയും ഒക്കെ അദാനിയും ഒക്കെ യൂസഫയും ഒക്കെ അധികാരത്തോടെ എങ്ങനെ ചേർന്ന് പോകുന്നുള്ളത് ഇതിൻ്റെ തെളിവാണ്. അപ്പോൾ ചെറിയ ആളുകൾക്ക് അവസരം നൽകുന്ന ഒരു സംവിധാനം ഉണ്ടാകുകയും അവിടെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രധാനപ്പെട്ടത്. ആ എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പെടുന്നതാണ് ഇവയെല്ലാം. മാധ്യമങ്ങൾക്ക് വേണ്ടി ഗൂഗിളുമായി ഓസ്ട്രേലിയ അടക്കം രാജ്യം നടത്തുന്ന പോരാട്ടം അതിന് തെളിവാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇന്ത്യ, കാരണം അൺഓർഗനൈസ്ഡ് ലേബറിൻ്റെ ഒരു കൂത്തരങ്ങാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ഒരു GDPയിലും ഒരു കണക്കിനും ഉൾപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ, അതൊരു അരക്ഷിതാവസ്ഥയുടെ തെളിവാണ്. അതിനെല്ലാം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ നേരിടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് സ്കീമുണ്ട്, HMT ഉണ്ടായിരുന്നു. സർവൈവൽ ഓഫ് ദി റിച്ചസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു ആശങ്കാജനകമായ ഒരു ലോക സംവിധാനം ഇവിടെ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ വിരുദ്ധ ചേരിയും തിരിച്ചു വരവിനൊടുങ്ങുന്ന BSNL നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിലും ഇന്ത്യയിലുമൊക്കെ ഒരേപോലെ കർഷകർ തങ്ങളുടെ ശക്തി തിരിച്ചറിയുന്നത് നമ്മൾ കാണുന്നു. അത് ഭരണകൂടങ്ങളെ നിർണ്ണയിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നു. ഇതെല്ലാം നമുക്ക് അവസരങ്ങളാണ്. ഇതിനെല്ലാം നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അംബാസിഡർ തിരിച്ചു വരാമെങ്കിൽ HMTക്ക് തിരിച്ചു വന്നുകൂടെ? BSNL തിരിച്ചു വന്നുകൂടെ? മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഓൺലൈൻ സംവിധാനം അവർ ഓഫ്ലൈനിലേക്ക് വരുന്നു. ഇത് കേരളത്തിലെ ആപ്പ് ഡെവലപ്പേഴ്സിന്, പ്രതിഭാശാലികളെ ആപ്പ് ഡെവലപ്പേഴ്സിൻ്റെ അവസരമാവുന്നതാണ്. അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിലേക്ക് കടക്കാനുള്ള ഇത്തരം തീരുമാനങ്ങൾ, പൊതുയിടങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ സംസ്കാരങ്ങൾ ഉണ്ടാക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും കായിക മേഖലയിലൂടെ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തെ ഉയർത്താൻ കഴിയുന്നതിന് ഒളിമ്പിക്സ് അടക്കമുള്ളവ, അവയ്ക്ക് വേണ്ടിയുള്ള വെലിവേഷനുകൾ അല്ലെങ്കിൽ അവയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ഒളിമ്പിക്സ് നടത്താനും ഫുട്ബോൾ വേൾഡ് കപ്പ് നടത്താനും ഒക്കെ ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സൗദി ലീഗും ഖത്തർ ഒളിമ്പിക്സും എല്ലാം
ഈ ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അപ്പോൾ എല്ലാം അവസരമാണ്. കളിസ്ഥല പൊതുജനങ്ങളുടെ ഉപയോഗമാവാം, ആപ്പുകളുടെ ഡെവലപ്പ് നിർമ്മാണമാവാം. അത് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഇനി ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഘട്ടമായ ജനങ്ങളുടെ ചെലവ് ഉള്ള പണം ചിലവഴിക്കാനുള്ള സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തേണ്ടത്. ഷെയർ മാർക്കറ്റുകൾ, ഗോൾഡ് ലോണുകൾ, ഇതെല്ലാം നിക്ഷേപത്തിലുള്ള താല്പര്യക്കുറവ്, ഇതെല്ലാം ഇത് നമ്മൾ കാണുന്നുണ്ട്. ഷെയർ മാർക്കറ്റുകൾ എന്ന് പറയുന്നതോ ഗോൾഡ് ലോണുകൾ എന്ന് പറയുന്നതോ ഒക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമാവുന്നില്ല. പൈസക്കാരൻ ചെയ്തത് മാത്രമാണിത്, പൈസ ഇല്ലാത്തവൻ ചെയ്തത് മാത്രം ഇത് എന്നുള്ള ധാരണയൊക്കെ മാറുന്നുണ്ട്. ഇത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ അംഗീകരിക്കാൻ പറ്റാത്തതാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പ്രധാനപ്പെട്ട കാര്യം ആളുകളുടെ പണം ചെലവഴിക്കുന്ന രീതിയിലേക്ക് ഉപഭോഗ സംസ്കാരം മാറുന്നു എന്നുള്ളതാണ്. അതിനെ നമ്മൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതിനെ എങ്ങനെ തിരിച്ചറിയാം? നിക്ഷേപങ്ങൾ വേണ്ടതല്ലേ? ഷെയർ മാർക്കറ്റുകൾ വേണ്ടതല്ലേ? ചെറുകിട നിക്ഷേപകരെ, ചെറുകിട വ്യവസായികളെ നമുക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം? ഇത്തരം നയങ്ങളിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഡോളറൈസേഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗോൾഡ് ലോണുകൾ വളരെ പ്രാധാന്യത്തോടെ തിരിച്ചുവിടുന്നു. പ്രത്യേകിച്ചും കേരള ബാങ്ക് പോലെ കേരള ബാങ്കിനും പഞ്ചായത്ത് രാജ് സംവിധാനത്തിനൊക്കെ വലിയ മാതൃകയുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ ആ കേരള ബാങ്കുകളുടെ വിശ്വാസം വലിയ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ UBI പോലെ യൂണിവേഴ്സൽ ബേസിക് ഇൻകം, തൊഴിൽ നിയമങ്ങൾ, കോർപ്പറേറ്റുകളെ ലേബൽ യൂണികൾ, ഇതെല്ലാം ലോകമെമ്പാടും ഉയർന്നു വരികയാണ്. എന്നാൽ ഇത് മുമ്പ് തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തൊഴിലിടങ്ങൾ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ട പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. നൈറ്റ് ലൈഫിലൂടെ പ്രത്യേകിച്ചും മാറുന്ന തൊഴിൽ സാഹചര്യത്തിൽ നൈറ്റ് ലൈഫ് ഒരു വലിയ സാമൂഹിക നിക്ഷേപം കൂടിയാണ്. മികച്ച സാമൂഹിക സംവിധാനങ്ങളുള്ളിടത്ത് മാത്രമാണ് നൈറ്റ് ലൈഫ് ഉണ്ടാവുക. തൊഴിൽ സേനയിൽ സ്ത്രീകളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മികച്ചൊരു പോലീസ് സംവിധാനം കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു നൈറ്റ് ലൈഫൊക്കെ സാധ്യമാകുന്നത്. നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക പുരോഗതി ലക്ഷണമാണ്. വലിയ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നു. ആഗോളതലത്തിൽ ഒരു സാമൂഹിക സുരക്ഷ ലക്ഷണമായിട്ട് മാറുന്നു. അപ്പോൾ ഇത്തരം അവസരങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശേഷിച്ചും നേരത്തെ പറഞ്ഞ വിഴിഞ്ഞവും നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമായി ചേർന്ന് പോകുന്ന നയങ്ങളിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ ബംഗ്ലാദേശിലും ആഫ്രിക്കയിലുമൊക്കെ ഉണ്ടാകുന്ന അസ്ഥിരാവസ്ഥയെ നമുക്ക് ചൂഷണം ചെയ്യാൻ, അത് ഉപയോഗിക്കാൻ കഴിയണം. അത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കാര്യമായാലും ചോക്ലേറ്റുകളുടെ കാര്യമായാലും ഇതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മൾ സാങ്കേതിക വിദ്യയിലേക്ക് കിടക്കേണ്ടത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ സൗത്ത് പ്രധാനപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഗ്ലോബൽ സൗത്തിന് പ്രാധാന്യപ്പെടുന്നത് വെച്ചാൽ തങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞു. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് എത്തേണ്ടത്. കാരണം സാമൂഹിക പുരോഗതി അധിഷ്ഠിതമായ ഒരു സംവിധാനം ഉണ്ടാകുന്നു. തൊഴിൽ സേനയെ പിടിച്ചു നിർത്താനും അധികമുള്ളവയെ മികച്ച പ്രവർത്തനക്ഷമതയുള്ളവരായി വിദേശത്തേക്ക് അയക്കാനും അവരുടെ സേവനം കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന സാമൂഹിക സാഹചര്യം ഉണ്ടാകണം. ആ സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ചേർന്ന് പോകുന്നതാണ്. വിദ്യാഭ്യാസ സ്ഥാപനം ആഗോള പൗരരെ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. അത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ സാമൂഹിക പുരോഗതി സ്വാഭാവികമായിട്ട് വരും. സാമൂഹിക പുരോഗതി ഉണ്ടാകുമ്പോൾ മാത്രമാണ് മികച്ച ആരോഗ്യ സംവിധാനം ഉണ്ടാകുന്നത്. മികച്ച ആരോഗ്യ സംവിധാനം, മികച്ച സാമൂഹിക പുരോഗതിയും ഉണ്ടാവണമെങ്കിൽ മികച്ച പോലീസ് സംവിധാനം ഉണ്ടാവണം.
ആ മികച്ച പോലീസ് സംവിധാനം നേരത്തെ പറഞ്ഞ മികച്ച വിദ്യാഭ്യാസ സംവിധാനത്തിലാണ് ഉണ്ടാകുന്നത്. മികച്ച പോലീസ് സംവിധാനവും മികച്ച ആരോഗ്യ സംവിധാനവും മികച്ച വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ സൃഷ്ടിയാകുമ്പോൾ മികച്ചൊരു പൗരസമൂഹം ഉണ്ടാകും. മികച്ച പൗരസമൂഹം ഉണ്ടാകുമ്പോൾ ഹരിത സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രസക്തി ഏറുന്നു. ഹരിത സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രസക്തി ഏറുമ്പോൾ പ്രകൃതിയോട് ചേർന്നുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രം ഉണ്ടാകുമ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള ഭീഷണി കുറയുകയാണ്. അത് പകർച്ചവ്യാധികളായാലും ഭൂമികുലുക്കമായാലും പ്രളയമായാലും. അത് നമ്മൾ എത്തിക്കുന്നത് ഗ്ലോബൽ സൗത്തിലേക്കാണ്. കാരണം തങ്ങളുടെ ശക്തി ഗ്ലോബൽ സൗത്ത് തിരിച്ചറിയുന്നത് പോലെ കേരളമടക്കമുള്ള രാജ്യങ്ങൾ പ്രദേശങ്ങൾ തിരിച്ചറിയണം. അതിനാദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനമായാലും ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയായാലും സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കാര്യമായാലും ഇവയിലെല്ലാം സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. കുറച്ച് ആളുകൾക്ക് മാത്രം നിർമ്മിക്കാൻ കഴിയുന്ന ആവരുത്. അത് ആയുധങ്ങളായാലും ഫാർമസ്യൂട്ടിക്കലായാലും ഫാർമസി ആയാലും. അപ്പോൾ വിലപേശൽ ശക്തി നമ്മൾ തിരിച്ചറിയേണ്ട അവിടെയാണ്. ഞങ്ങൾക്ക് വില കൊടുത്ത് വാങ്ങേണ്ടത് നിർമ്മിത വസ്തുക്കളെ മാത്രമല്ല സാങ്കേതിക വിദ്യകളെ കൂടിയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഗ്ലോബൽ സൗത്ത് എത്താൻ ശ്രമിക്കുന്നത് പോലെ തന്നെ കേരളമടക്കമുള്ള പ്രദേശങ്ങൾ എത്തേണ്ടിയിരിക്കുന്നു. വിലപേശൽ ശക്തിയുടെ തിരിച്ചറിയാണത്. പ്രത്യേകിച്ചും നേരിട്ട് എത്ര തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സംവിധാനത്തോട് ഉന്നയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കേരളം എത്തുകയും ഞങ്ങൾക്ക് വേണ്ട ഈ സാങ്കേതിക വിദ്യയാണെന്നുള്ള വിലപേശലിലേക്ക് ആവശ്യത്തിലേക്ക് ന്യായമായ ആവശ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. സോളാർ പവർ അത് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഈ വെഹിക്കിളായാലും ഈ ടൂറിസം ആയാലും ഈ ബസ്സുകളായാലും ഒക്കെ അത് ജലാശയങ്ങളുടെ നിർമ്മാണമായാലും. കാരണം സോളാർ പവർ ഉൽപ്പാദിക്കുന്ന അമ്പലങ്ങളെക്കുറിച്ച് ചർച്ചകളുണ്ടാകുന്നു, അതിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, അത് പ്രാവർത്തികമാവുക തന്നെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് ഹരിത സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രസക്തിയാണ്. ആ ഹരിത സാമ്പത്തിക ശാസ്ത്രം നേരത്തെ പറഞ്ഞാൽ ഉണ്ടാവേണ്ടത് സാമൂഹിക പുരോഗതിയിലൂടെ. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ടു ഡിസ്കണക്ട് അടക്കം UB അടക്കമുള്ളവ കേരളം എല്ലാ കാലത്തും കേരളം എല്ലാ കാലത്തും ഇതിന് പ്രാധാന്യം കൊടുത്താണ്. ജോലി സുരക്ഷ, ആ ജോലി സുരക്ഷ വിദ്യാഭ്യാസ സുരക്ഷ കൂടിയായിട്ട് മാറണം. മികച്ച സാമൂഹിക സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സുരക്ഷ ഉണ്ടാവേണ്ടതാണ്. വിദ്യാലയങ്ങളിലേക്ക് പോലീസിന് കടന്നെല്ലാം കഴിയും പ്രശ്നം ഉണ്ടായാൽ എന്നുള്ള നയത്തിലേക്ക് ഹൈക്കോടതി എത്തും നമ്മൾ കണ്ടിരുന്നു. നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ പുരോഗമനമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ അതിപ്രസരം വലിയ ഭീഷണിയാണ് തിരിച്ചറിവിൽ നമ്മൾ എത്തേണ്ടത്. കിലയും അസാപ്പും കേരള ബാങ്കും ഒക്കെ ഉള്ള ഒരു കേരളം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അവിടെയാണ് ഗ്ലോബൽ സൗത്ത് പ്രധാനപ്പെട്ടതാവുന്നത്. തങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞ ഒരു സംവിധാനമാണ് ഗ്ലോബൽ സൗത്ത്. എന്താണ് ആ ശക്തി? അത് തങ്ങൾക്ക് തങ്ങളുടേതായ ചില സവിശേഷതകളുണ്ട്, തങ്ങളുടേതായ ഒരു ലോകമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, ഒരു ലോകത്തിൻ്റെ സമാധാനമായ ക്രമത്തെ അംഗീകരിച്ചുകൊണ്ട്, ഒന്നിൻ്റെയും ചരടുകളെ പൊട്ടിക്കാതെ പരസ്പര പൂരകങ്ങളെ നിലകൊള്ളുന്ന ഒരു സംവിധാനം. ആ സംവിധാനം എന്ന് പറയുന്നത് അതിനെ ബഹുമാനിക്കാനുള്ള ഉത്തരവാദിത്വം, അതിനെ അതിലംഘിച്ചാലുള്ള ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള മനസ്സ്, ഇതെല്ലാമുള്ള ഒരു സംവിധാനത്തിന് അത്തരം മാറ്റങ്ങളെ, തങ്ങളുടെ അവകാശങ്ങളെ ചോദിച്ചു വാങ്ങാനുള്ള തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെ ചോദിച്ചു വാങ്ങാനുള്ള അവകാശമുണ്ട്. ആ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പോരാടേണ്ടത്. രാഷ്ട്രീയമായി സംഘടിച്ചാൽ മാത്രമേ നേരിടാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ആ സാഹചര്യമായിരുന്നു ആഗോളതലത്തിൽ ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിൽ വലിയ മാറ്റം വരുന്നു. അവിടെയാണ് ഗ്ലോബൽ സൗത്തിൻ്റെ സിഗ്നിഫിക്കൻസ്. ആ ഗ്ലോബൽ സൗത്ത് തന്നെയാണ് ഇന്ത്യൻ സൗത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പരിച്ഛേദമാണ്. തങ്ങളുടെ അവകാശങ്ങളെ, തങ്ങളുടെ ആവശ്യങ്ങളെ, തങ്ങളുടെ സാമൂഹിക സംവിധാനത്തെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംവിധാനത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. വിലപേശൽ ശക്തിയല്ല ആവേണ്ടത്,
ന്യായമായ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ ശക്തിയായിട്ടാണ് നമ്മൾ മാറേണ്ടത്. നമുക്ക് ഇതൊരവസരമാണ്. ഗ്ലോബൽ സൗത്തിൻ്റെ ഇന്ത്യൻ മുഖമായിട്ട് ദക്ഷിണേന്ത്യക്ക്, കേരളത്തിൽ മാറാൻ കഴിയുമ്പോൾ, കേരളവും തമിഴ്നാടും ബംഗാളും അസാമും ഒന്നുമില്ലാത്ത ഒരു ഇന്ത്യ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടാകുമ്പോൾ ലോകത്തെ ഓരോ രാജ്യവും വിഷപൗരന്മാരെ സൃഷ്ടിക്കുന്നു. കുടിയേറ്റം ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് മാറും. ആ മാറ്റത്തിലേക്ക് നമുക്ക് നമ്മുടെ വിരൽ ചൂണ്ടാം, നമ്മുടെ ആവശ്യങ്ങൾക്ക്.